സങ്കീർത്തനങ്ങൾ 145 അധ്യായം 17 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും. എന്റെ വായ് കർത്താവിന്റെ സ്തുതികൾ പാടും. എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ഓർമ്മിക്കുക, മനുഷ്യജീവിതം ശ്രേഷ്ഠമായി തീരുന്നത് ജീവിതം തന്നവന്റെ അഭീഷ്ടമനുസരിച്ച് മറ്റുള്ളവരുടെ ഉപരിനന്മയ്ക്കും സേവനത്തിനുമായി അത് സമർപ്പിക്കുമ്പോഴാണ്. ലോകത്തിന്റെ രക്ഷയ്ക്കും നന്മയ്ക്കുമായി ഒരു ദൈവം മനുഷ്യരുടെ ഇടയിൽ തന്റെ കൂടാരമടിക്കുവാൻ, അവനോടുകൂടെ എപ്പോഴുമായിരിക്കുവാൻ മനസ്സായതിന്റെ ഓർമ്മയാചരണമാണ് ക്രിസ്തുമസ്. വലിയവൻ ഏറ്റവും ചെറിയവനാകുന്നു. കുഞ്ഞായിത്തീരുന്ന അസുലഭ മുഹൂർത്തം എല്ലാ ജനതകൾക്കും സന്തോഷത്തിന് നിദാനമായി മാറി ഈശോയുടെ ജനനം. ഒരു കുഞ്ഞിന്റെ സാന്നിധ്യം ഏത് നോവിന്റെ കടലാഴങ്ങളിലും നിരാശയുടെ മേഘപടലങ്ങളിലും സംഘർഷഭരിതമായ മനോവ്യാപാരങ്ങളിലും സന്തോഷത്തിന്റെ നിലാവട്ടം പകരുന്നുണ്ട്. നിഷ്കളങ്കതയുടെ ബാല്യങ്ങളെ സ്നേഹിക്കാത്തവരായി, അവരുടെ ലോകത്തെ കൗതുകത്തോടെ നോക്കിക്കാണാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടെന്ന് കരുതാനാവില്ല. ജാള്യതയും പൊയ്മുഖങ്ങളുമില്ലാതെ എല്ലാവരെയും സമീപിക്കാനും സന്തോഷിപ്പിക്കാനും കുഞ്ഞുങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെയാകുവിനെന്ന് ഈശോ പറയുന്നു. ഈശോയുടെ മനുഷ്യാവതാരം ലോകത്തിനു മുഴുവൻ സന്തോഷം പകരുന്ന സദ്വാർത്തയായത് അവിടുന്ന് ദൈവസമാനത മുറുകെ പിടിക്കാതെ ബലിദാനമായി തന്നെ നൽകിയതുകൊണ്ടാണ്. ഒരു കൊച്ചു കുഞ്ഞിന്റെ വിശ്വാസത്തോടെ തന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ട രക്തസ്രാവക്കാരിയുടെ ഹൃദയം കണ്ട കർത്താവ് പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു. അതേ നിഷ്കളങ്കതയിലാണ്, ഹൃദയപരമാർത്ഥതയിലാണ് ദൈവം സ്പർശിക്കുക. ഏതാൾക്കൂട്ടത്തിലും അവൻ തിരയുന്നത് ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. നഥാനിയേൽ എന്ന ചെറുപ്പക്കാരനെ കണ്ട് അവിടുന്ന് പറഞ്ഞു, ഇതാ കാപട്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. കാപട്യങ്ങളുടെ ലോകം നമുക്ക് ചുറ്റും പ്രവർത്തന നിരതമാണ്. പിഞ്ചു പൈതലിന്റെ നൈർമല്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോഴാണ് അപരന്റെ നെഞ്ചിലെ വികാരങ്ങളെ, സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെയൊക്കെ വിടർന്ന മിഴികളോടെ, വിശുദ്ധ വിചാരങ്ങളോടെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുക. ഈശോ ഏറ്റവും അധികം വിലമതിക്കുന്നതും ഒരു കുഞ്ഞിന്റെ ഹൃദയഭാവമാണെന്നത് നമുക്കോർക്കാം. മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കരുതുക. താഴ്മയോടെ താഴേക്ക് നോക്കുക. ദൈവം നമ്മെ ഉയർത്തും എന്ന വിശ്വാസവും ബോധ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ മനസ്സിന് മാറ്റം വരുത്തേണമേ, ഞാൻ സമ്പൂർണനായി നിന്റെ മകനാകുവാൻ. എന്റെ മനസ്സിന് മാറ്റം വരുത്തേണമേ, ഞാൻ സമ്പൂർണനായി നിന്റെ മകനാകുവാൻ. നീ എന്നെ സ്നേഹിക്കും പോലെ അപരനെ സ്നേഹിക്കുവാനായി എന്റെ മനസ്സിനു മാറ്റം വരുത്തേണമേ. നീ എന്നെ സ്നേഹിക്കും പോലെ അപരനെ സ്നേഹിക്കുവാനായി എന്റെ മനസ്സിനു മാറ്റം വരുത്തേണമേ. എന്റെ മനസ്സിന് മാറ്റം വരുത്തേണമേ, ഞാൻ സമ്പൂർണനായി നിന്റെ മകനാകുവാൻ.
എന്റെ ഹൃദയത്തിൽ പിറന്നതാം പാപങ്ങളെല്ലാം തിരുരക്തത്താൽ നാഥ കഴുകേണമേ. എന്റെ ഹൃദയത്തിൽ പിറന്നതാം പാപങ്ങളെല്ലാം തിരുരക്തത്താൽ നാഥ കഴുകേണമേ. എന്റെ ശരീരത്തിൽ നിറഞ്ഞതാം ആസക്തികൾ നിന്റെ തിരുബലിയിൽ നാഥ ഉരുക്കേണമേ. എന്റെ ശരീരത്തിൽ നിറഞ്ഞതാം ആസക്തികൾ നിന്റെ തിരുബലിയിൽ നാഥ ഉരുക്കേണമേ. എന്റെ മനസ്സിന് മാറ്റം വരുത്തേണമേ. ഞാൻ സമ്പൂർണനായി നിന്റെ മകനാകുവാൻ. എന്റെ ആത്മാവിൻ നോവുകൾ കാണേണമേ. ഏറ്റെടുത്തെന്നും നീ സുഖമാക്കണേ. എന്റെ ആത്മാവിൻ നോവുകൾ കാണേണമേ. ഏറ്റെടുത്തെന്നും നീ സുഖമാക്കണേ. എന്റെ മനസ്സും ശരീരവും നൽകുന്നു ഞാൻ നിന്റെ തിരുമാംസരക്തത്താൽ പൊതിയേണമേ. എന്റെ മനസ്സും ശരീരവും നൽകുന്നു ഞാൻ നിന്റെ തിരുമാംസരക്തത്താൽ പൊതിയേണമേ. എന്റെ മനസ്സിന് മാറ്റം വരുത്തേണമേ. ഞാൻ സമ്പൂർണനായി നിന്റെ മകനാകുവാൻ. നീ എന്നെ സ്നേഹിക്കും പോലെ അവരനെ സ്നേഹിക്കുവാനായി എന്റെ മനസ്സിനു മാറ്റം വരുത്തേണമേ. നീ എന്നെ സ്നേഹിക്കും പോലെ അവരനെ സ്നേഹിക്കുവാനായി എന്റെ മനസ്സിനു മാറ്റം വരുത്തേണമേ. എന്റെ മനസ്സിന് മാറ്റം വരുത്തേണമേ. ഞാൻ സമ്പൂർണനായി നിന്റെ മകനാകുവാൻ.